സൂര്യ വന്ന് വാരത്തെട്ട് തുടങ്ങിയോ? നീ എന്താ പ്രിയ കല്യാണ വേഷത്തില്? സോറി ബാല, എന്റെ കല്യാണം ഇപ്പൊ ആരായിട്ട്? ഇതാണ് എന്റെ ചെക്കൻ. ഹായ്. ഏതാണ് ഈ ചെക്കൻ? നാളെ ഞങ്ങള് കാനഡയ്ക്ക് പോവും. കാനഡയാ? ഇനി മേല നീ ഇവളുടെ പിന്നാലെ വന്നാ ഇടിക്കും ഞാൻ. പ്രിയ പ്രിയ കാണല്ലേ കാണല്ലേ കാണല്ലേ. അറിയോ എടി, 7 ദിവസമായി നീ എന്റെ ഫോണിന് റിപ്ലൈ തന്നിട്ട് മെസ്സേജിന് റിപ്ലൈ തന്നിട്ട്. ഞാൻ ഒന്ന് മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല, ഒന്ന് ഉറങ്ങിയിട്ട് കൂടിയില്ല. ശരിക്കും എന്താ നിന്റെ പ്രശ്നം? നിന്റെ പ്രശ്നം എന്താ? നീയല്ലേ ഫോൺ എടുക്കാത്തെ? എടാ, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് വീട്ടിൽ വേറെ ആലോചന വരുന്നുണ്ട്. എടി നേരത്തെ പറയണ്ടേ? ഞാൻ അമ്മയായിട്ട് വീട്ടിലോട്ട് വരില്ലേ? എടാ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. വീട്ടുകാരൊക്കെ ഇപ്പൊ ഹാപ്പിയാ. പിന്നെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമൊന്നുമില്ല. എടി കുമാരേട്ടൻ എന്നെ അറിയാവുന്നല്ലേ? ഞാൻ വന്ന് സംസാരിക്കാം. അച്ഛനമ്മയ്ക്ക് നിന്നെ അറിയാം. അത് തന്നെ എന്റെ പ്രശ്നവും. ബാല, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാലോ. ഇപ്പൊ വന്നേക്കുന്നത് ഒരു കാനഡ ആലോചനയാ. നിന്നെ പോലെ ഒരു ദരിദ്രവാസിയല്ല. പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ നിനക്കെന്ത് യോഗ്യതയുള്ളത്? നിന്നെ 4 പേര് അറിയൂ. നൈസായിട്ട് അങ്ങ് ഊഞ്ഞാലാട്ടി തന്നല്ലേ? അങ്ങനെങ്കി അങ്ങനെ. എടി പ്രിയെ, നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട്. ബാല, നിർത്തിക്കോ. കേട്ട് മടുത്തു. ഞാൻ എങ്ങനെയെങ്കിലും കാനഡയിൽ പോയിട്ട് രക്ഷപ്പെട്ടോട്ടെ. ഒരു ശല്യായിട്ട് എന്റെ പിന്നാലെ വരല്ലേ? എടി, എന്നെ വേണ്ടെന്ന് വെക്കാൻ ഒരു കാരണം പറയടി. നിനക്കെന്തെങ്കിലും കഴിവുണ്ടോടാ? I love you. ഗൂഗിൾ പേ ഉണ്ടോ? പിന്നെ ഗൂഗിൾ പേ, ആമസോൺ പേ, ഫോൺ പേ, പേടിഎം, പിന്നെ ഒരു ATM കൂടി വെക്കാൻ വിചാരിച്ചതാ. പിന്നെ കടയിൽ സ്ഥലമില്ലാത്തോണ്ട് വെച്ചില്ലാന്നുള്ളൂ. പൈസ തരട്ടെ? എന്താ കഴിച്ചേ? 2 പൊറോട്ട ഒരു മുട്ടയും. 60 രൂപ. ദാ പോട്ടെ. ഗൂഗിൾ പേ ചെയ്യുള്ളൂ. എന്തേ? എത്രയായി? അങ്കിൾ എന്താ കഴിച്ചേ? അങ്കിളെ ആരാണ് നിന്റെ അങ്കിള്? നിന്റെ ഒന്നും ചേട്ടനാവുള്ള പറയാൻ പറ്റില്ല. ഓരോ അറ്റത്തെ ഏമങ്ങട. ഓ മൈ ഗോഡ്, ഇൻട്രസ്റ്റ് സുമേഷ്. ഇവിടെ വിളിച്ചേക്കാം. പതുക്കടിക്കടോ, പൊട്ടി കഴിഞ്ഞാ താൻ പൈസ തരോ? പൈസ എടുക്ക്. 2 മാസത്തെ തികച്ചുണ്ടെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു. നീ ആ ഈശ്വരനെ കണ്ടായിരുന്നാ? പറയല്ലേ. എവിടെ? ദാ അവിടെ. അത് ശരി, ആക്കിയതാണല്ലേ. നിന്നെ ഞാൻ എടുത്തോളാം. പിള്ളേർക്ക് കുണ്ടാളെ പേടില്ലാണ്ടായിരിക്കണം. മോളെ താങ്ക്സ് കേട്ടോ. മോളെന്നെ അങ്കിൾന്നാ, ചേട്ടാന്നാ, അച്ചാന്നാ? അയ്യോ, അച്ചാന്ന് വേണ്ട, നിന്നെ കാശ് വെച്ചോ. പോട്ടെ, ടാറ്റ. അയ്യോ മോളെ, ഞാൻ വരും. നാളെ 6:00 വരും. എന്നെ വിശ്വാസം എന്തൊരു ഞാൻ ബുധനാഴ്ച വ്യാഴാഴ്ച വരാം. ഞങ്ങളവിടെ പോരാ. അയ്യോ, ഇപ്പഴാ? ഉമ്മയാ? ഉമ്മാണോ?
തരട്ടാ. ഉമ്മ 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 എന്റെ ഉമ്മോ അല്ല അമ്മേ. അമ്മ വന്നട്ടാ, ഞാൻ വിളിക്കാം. എടാ എവിടെ നോക്കിയാ നീ വണ്ടി ഓടിക്കുന്നു? നീ കൊല്ലോ മനുഷ്യനാ. ആ എന്നാ നടുക്കൂട്ടി എറിക്ക്, കൊല്ലാൻ ഞാൻ നിന്നെ. ആ അവന്റെ ഒരു തമാശ. നീ വല്ലതും കുടിച്ചായിരുന്നാ? ഇല്ല. ദാഹിച്ചാലേ നീ അല്ലാണ്ടാവും. നമുക്ക് തണുത്ത് എന്തെങ്കിലും കുടിക്കാം. അത് നിന്റെ പൈസക്ക്. പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ പോട്ടെ. ഹോയ് 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 ഹോയ്. മിണ്ടാതെ ഇറക്കാം. കാശോ പറ്റിലെഴുതിക്കോ. പറ്റിക്കലാണല്ലേ? തരാന്നേ. പറ്റിക്കലേ ഉള്ളൂ. പെണ്ണ് അവളിലൊരു കണ്ണ്. ഇതെന്താണ് കന്നിമാസം എടുത്ത പട്ടി പോകണോ പോകണം? എന്റെ അമ്മാന ആ മെഷീനെ നോഫേ. ദുരന്തം. കൂച്ചി എടി. എടാ ആ. അവളെന്റെ മുഖത്ത് നോക്കി ചോദിച്ചടാ, എന്ത്? നിനക്കെന്തേലും കഴിവുണ്ടോ? നിന്നെ 4 ആൾക്കാർ അറിയോന്നൊക്കെ. സംഗതി സത്യമാണെങ്കിലും എടാ എനിക്ക് അവളുടെ ഡയലോഗ് കേട്ടിട്ട് തോന്നുന്നുണ്ടല്ലോ, അവള് നാഗച്ചീച്ചയുടെ ഫാനാണെന്നാ. അവൾ നിന്നെ വാരി എറിയാൻ ഞാൻ നന്നായി. അതാരാണ്? അതൊക്കെ ഉണ്ട്. വാട്ട് എ ഹോട്ട്. വെറുതെ അല്ല ഹോട്ടായത്. ഇവള് കൊള്ളാലടാ. കഴിഞ്ഞ തവണ പച്ച സാരി കൊടുത്തു. ചേട്ടാ തക്കാളി ഉണ്ടോ? അയ്യോ ഇവിടെ തക്കാളിയേ ഉള്ളൂ. എന്നാ ഒരു 1/2 കിലോ. ആ ചേട്ടാ നായ്ക്കറിന പരിപ്പുണ്ടോ? അയ്യോ ഇവിടെ നായ്ക്കറിന പരിപ്പേ ഉള്ളൂ. അന്നാ എടുത്തോ ചേട്ടാ. മത്തങ്ങ എന്തോല? കിലോ 30. നല്ല മത്തനാണല്ലോ. നല്ല വിളഞ്ഞതാ. അല്ലെങ്കിൽ വേണ്ട, ഗ്യാസാ. നല്ല കോല്. അല്ലെങ്കിൽ വേണ്ട, പിന്നെ വരാം. ആ ശരി ശരി. വീട്ടില് ഞാൻ ഈശ്വരല്ലത് എന്തേ നോക്കണത്? ഇതെന്റെ ഭാര്യയല്ലേ? എങ്ങനെയുണ്ട്? സോ സെക്സി. ചേട്ടാ ഞാൻ പഴത്തിന്റെ കാര്യം പറഞ്ഞത്. തിന്നാൻ തോന്നണ്ടാ? എന്ത് പെരുമ്പാ ഏയ്. മനുഷ്യന്. നീ എന്റെ പലിശയോ തരുന്നില്ല, മുതലും കൊണ്ടുപോവോ? ഛേ ഞാൻ ചേട്ടനെ നോക്കി കിടക്കായിരുന്നു. എന്തിനാടാ മുങ്ങാനാ? ഏയ് ഞാനേ വൈകിട്ട് ചേട്ടന്റെ പൈസ അങ്ങ് തരും. അപ്പൊ എങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് അടിച്ച് ഞാൻ. ഇനി എങ്ങാനും നീ എന്നെ വരുത്തിച്ച മനസ്സിലായോ? എന്താണ് അവിടെ നിൽക്കണേ? ചുമ്മാ പോടാ പോടാ. ഡാ ഏ? നീ എന്താണ് അവിടെ നിൽക്കണേ? സിഗരറ്റ് വലിക്കാനായിട്ടാ? പോടാ പോടാ. ഇയാളാര് പോലീസ് പോടാ. അടിക്കാം. അയ്യോ എന്റെ ഭാര്യ. ഇത് പിടിച്ചടാ. പലിശിനത്തിലേക്ക് വണ്ടി എടുക്ക്. കൂട്ടാം. പുലരാൻ വന്നു ചേരുന്നൊരി പകലിൻ നേർത്തൊരി തുള്ളിയായി വെയിലോ നമ്മിലായി ചേരുമീ ഇരുളിൽ നീ വിതുമ്പുന്ന നാൾ തഴുകും നിൻ വിരൽ തുമ്പിലോ എരിയും നമ്മളീ വേനലിൻ പ്രണയം. തീരമണയുമീടവഴി തിരയെഴുതുന്നു ഓർമ്മകൾ നനയുമീ പുഴയരികെ നനവറിയും നിൻ കൈവിരൽ തഴുകും നിൻ വിരൽ തുമ്പിലോ എരിയും നമ്മളീ വേനലിൻ പ്രണയം. ഡാ ടണ്ടടാൻ. എന്നാ. എൻ്റെ ഓ. ഡാ എന്തിനാടാ കരയുന്നത്? ഒരു പെണ്ണ് പോയാൽ വേറെ 100 വരും. പാതിരാത്രി നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചേക്കല്ലേ ഇവിടെ പെണ്ണിനെ. കലിപ്പാണല്ലോടാ നീ തടിച്ചേ. പിടി. എടാ എനിക്ക് എന്തിന്റെ ആണ് ഒരു കുറവുള്ളേ? എനിക്ക് വണ്ടിയില്ലേ, ജോലിയില്ലേ, വീടില്ലേ? നിനക്ക് കളിക്കാൻ അറിയില്ല. എന്ത് കളി? ക്രിക്കറ്റ് കളിയാ? വേറെ ഒറ്റ. എടാ ഇന്നത്തോടെ നിന്റെ കന്യാത്തം ഞാൻ കളയും. ഛേ അതൊക്കെ മോശമല്ലേ? അതൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് അല്ലേ? എടാ സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്നാണ് വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് പ്രോമിസ്? അവള് നിന്നെ പണ്ടേ തേച്ചല്ലേ? എന്നാലും ഒരു മോശമല്ലേ? ഒരെന്നാലും അല്ല അല്ലേ? നീ എണീറ്റേ നമ്മുടെ തക്കുളൂന്റെ അടുത്തേക്ക് പോടാ. എങ്ങോട്ട്? നമ്മുടെ ദുർഗേച്ചരുടെ അടുത്ത്. ആര്? പലിശയുടെ ഭാര്യ? എടാ in 1996
ഞാൻ മൈതാനക്കാട് ബീവറേജിൽ വർക്ക് ചെയ്യുന്ന സമയം ആ. ഇവൾ അവിടത്തെ ട്യൂറ്റൂഡ് ആയിരുന്നു. ഏ. നമ്മുടെ പലിശക്കാരൻ സുമേഷ് ഇവളെ ട്യൂറ്റൂഡ് വെക്കാൻ അങ്ങോട്ട് വന്നു. അയാൾക്ക് പലിശ കൊടുക്കാനുള്ള നാട്ടുകാരെല്ലാം ചേർന്ന് ഇവളെ അയാളുടെ തലയെ കെട്ടിവെച്ച് അയാൾ അവളെ കൊണ്ട് ഇങ്ങോട്ട്. ദേ, ശരി. ഇത് എനിക്ക് മാത്രം അറിയാൻ പാടുള്ളൂ. ഇവിടെ ഇന്ന് ഞാൻ നിനക്ക് സെറ്റാക്കി തരും. എടാ എടാ എന്നാലും എന്നാലും നിങ്ങളുടെ എഴുന്നേറ്റ് എടാ പെടി ഇപ്പൊ ശരിയാക്കി തരാം. Cheers. Come on. എടാ എടാ എന്നാലും ഒന്ന് നിനക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നല്ലേ? അല്ല പിന്നെ എടേ മോളെ ചക്കര ചേട്ടടാ നമ്മുടെ ഒരു ആരുടെ ഫോണില് അമ്മയാണ് ചേട്ടാ. കാശ് എവിടെടാ? കാശ് കാശ് വന്നി കാശ് എവിടെടാ? കാശ് എവിടെടാ? ഞാൻ എടുക്കടാ കാശ്. കാശ് എവിടെടാ? എടാ, കാശ് ഇങ്ങോട്ട് വരാനാടാ പറഞ്ഞെ? തരാൻ ചേട്ടാ. കാശ് വന്നിരും. എടാ അനുഗ്രഹമായിക്കോ ചേട്ടാ, അനുഗ്രഹമായി. അയ്യോ കണ്ണായി വാ. എടാ മതി ഈ കാശൊക്കെ തന്നോളാം ട്ടാ. ഭ്രാന്തായിരിക്കും, വാ, നീ വാ. തിരിഞ്ഞോക്കണ്ട തിരിഞ്ഞോ. എടാ ഈ കുപ്പി പൊട്ടാന്ന് എടുക്ക് വെച്ചോ. ഇന്ന് നമ്മളൊരു കലക്കും എന്റെ ബാലേട്ടാ. അടങ്ങിയിരിക്കണ എടാ ഇറങ്ങണോ? എടാ ബാല, ഈ ബാഗ് അവിടെ വെച്ചേ. എന്തിന്? വാ. എടാ ഒച്ചണ്ടാക്കരുത്. ജാഥയ്ക്ക് പോകുന്നില്ല. എടാ ഇതിനൊക്കെ ചിട്ടവട്ടങ്ങളുണ്ട്. ചിട്ടവട്ടങ്ങളോ? പട്ടി, എനിക്ക് നല്ല പേടിയുണ്ട്. ഉണ്ടല്ലേ? എടാ ഈ കാണുന്ന വീട്. ഹ്യൂജ് ഹൗസ്. Come on. പതുക്കെ. അയ്യോ ഷൂ ഊരിയില്ല. ഇതാണ് നമ്മുടെ പയ്യൻ. നമസ്കാരം ചേച്ചി. ഈ അവിടെ പിടിക്കില്ല. അവിടെ ഇങ്ങോട്ട് വാടക. എങ്ങോട്ട് വന്നു? ഞാനല്ലേ ചേച്ചി, അവനാണ് അവനെ. ഷൂ ഇപ്പൊ ഒരു ഇഷ്യൂ ആയാലേ കൺട്രി ഫെല്ലോ. ചേച്ചി ഓക്കേ. ആഹാ, അതാണ് ഇവിടെ പരിപാടിയിൽ ഇപ്പം കാണിച്ചത്. അങ്ങനെ എനിക്ക് കിട്ടാത്തത് ഒരു നാർക്കും കിട്ടണ്ട. ഏത് നാറിയാണ് ഈ രാത്രിയിൽ? ഓ, ഈ നാറിയാ. ഹലോ. എടാ ദാസാ, നീ എവിടെടാ? ഞാനിവിടെ ഉണ്ട്. എന്താ കാര്യം പറ. എടാ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാടാ നടക്കണ്? എന്തൊക്കെയാടാ നടക്കണേ നീ പറ. എടാ അനാശാസ്യം. അനാശാസ്യം? ആ നമ്മുടെ പലിശ സുമേഷില്ലേ, അവന്റെ പെണ്ണുമ്പിള്ള രണ്ടാമന്മാരെ പിടിച്ച് കേറ്റിരിക്കടാ. ആഹാ, എനിക്ക് പണ്ടേ അവളെ സംശയം ഉണ്ടായിരുന്നു. ഇതൊന്നും ശരിയല്ലേട്ടാ. നമ്മളൊക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നല്ലടാ. നീ എവിടെയാ? നീ ഒന്ന് വേഗം വാ. നീ അവിടെ നിക്ക്, ഞാനിതാ വരുന്നു. ആഹാ, അതെ നീ കിടന്നു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. അതെ, ആ. മുൻവശത്തൂടെ പോണ്ട, അടുക്കള വാതിൽ വഴി പോയാ മതി. ശരി ശരി. ചേട്ടൻ ജോലി കഴിഞ്ഞ് വരാറായി. ശരിയാക്കി തരാം ഞാൻ. ചേച്ചി 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 എന്താണ് ഈ വാതിലെടുക്കണു? എന്തിനാ കുറ്റിയിരുന്നേ? എന്താ ഈശ്വര പുറത്താണ്. എടാ ഇൻട്രസ്റ്റ് സുമേഷേ, ഞാൻ നിന്റെ വീട്ടിലുണ്ടാ. ഇവിടെ ഉണ്ട്. ഇവിടെ വാടാ, ഇവിടെ വാ. നിനക്ക് വൈകിട്ടാണോന്നല്ലേ പറഞ്ഞ്? വാടാ, ഇവിടെ വാ. ഇവിടെ ഇരുന്ന് സംസാരിക്കാം. നിന്നെ കണ്ട ഇങ്ങനെ ആഗ്രഹങ്ങളായിട്ടൊന്നും പറയില്ലല്ലോ ചെറുക്കൻ. അയ്യോ ചേച്ചി, എന്നെ ഒന്നും ചെയ്യില്ലേ ചേച്ചി. ഞാൻ സത്യമായിട്ട് ആ നാറി എന്നെ കൊണ്ടുവന്നു. എന്തോ നീ കാണിക്കുന്നേ? ഇങ്ങ് വന്നേ. ചേച്ചി ചേച്ചി ഇവിടെ ഇരിക്ക. എന്താ? ഹലോ കാമേ. എടാ എടാ എടാ, എന്റെ കൈ പൈസ ഇല്ലാത്ത കൊണ്ടല്ലടാ നാറി നിന്റെ കയ്യിൽ നിന്ന് ഞാൻ കടം വാങ്ങിച്ചത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ മുഴുവൻ എന്റെ മുത്ത്, എന്റെ തക്കടു, അതായത് നിന്റെ പെണ്ണുമ്പുള്ളക്കല്ലടാ ഞാൻ കൊടുത്തത്. നിന്നോടുള്ള പേടി കാരണം ഇപ്പൊ അവളെ കാണാൻ വരാൻ പറ്റാതായി. നിന്റെ ഭാര്യയെ എന്റെ ഭാര്യയെ കണ്ടു എന്നല്ലാതെ വേറെ എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? നിനക്ക് പലിശ തന്ന് ഞാൻ മുടിഞ്ഞു. നിനക്ക് തരാൻ ഈ മിക്സർ മാത്രം എന്റെ കയ്യിലുള്ളൂ. കഴിക്കൂട്ട
കഴിക്കണ ചക്കരെ. പലിശക്ക് കടം കൊടുത്തവരല്ലാതെ മറ്റാരെങ്കിലും നിന്നെ അറിയോളാ? നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചവരല്ലാതെ 10 പേര് നിന്നെ അറിയോളാ? നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോളാ പട്ടി? എന്താ അത് പിന്നെ നമ്മുടെ മറ്റേ പലിശ സുമേഷില്ലേ, ഇവിടത്തെ അവന്റെ പെണ്ണുപിള്ള രണ്ടാമന്മാരെ പിടിച്ച് കേറ്റിരിക്കുക. ഇവിടെ തക്കാളി ഇങ്ങനത്തെ ടീമാ അനാശാസിയായി. ഇവിടെ അനാശാസ്യേ ഉള്ളൂ. ചേച്ചി സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ചേച്ചി. പേടിക്കുന്നേ ഞാനല്ലേ? പിന്നെ പേടിയാവൂലേ പതുക്കെ ചേച്ചി? ആള് കൂടി മിണ്ടാതിരിക്കാം അവിടെ. ഇറക്കി വിടറിയവനാ, ഇറക്കി വിടറിയവനാ. രക്ഷപ്പെടാനും സമ്മതിക്കൂല. ഓരോരുത്തന്മാർ എഴുന്നള്ളിക്കോളും മനുഷ്യന്റെ സ്വസ്ഥത കളയാനായി. ജനല് വിളിച്ചു പോയത്. എന്റെ ദൈവം, കല്യാണം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കാണിക്കില്ല. എന്റെ പൊന്നേർക്ക, നീ ഇതിന്റെ തേങ്ങ കാണിക്കുന്നേ? ഞാനില്ലേ ഇവിടെ? നീ അവിടെ ഇരിക്ക. ഇവിടെ ഇരിക്കാനാ? എനിക്കറിയാൻ പാടില്ല എന്തൊക്കെ ചെയ്യും. സമാധാനായിട്ട് ഇരിക്ക. ഒരു മിനിറ്റ്. ചേച്ചി ഇങ്ങോട്ട് പോ. അയ്യോ, ഡോറ് തുറക്കല്ലേ ചേച്ചി, നാട്ടുകാരാണ് ചേച്ചി. എന്റെ ദൈവം ഇവിടെ ചത്തോ? എന്താടി പുറത്തൊരു കുഞ്ഞമ്മയുടെ മക്കളാ, അടിയന്തരം വിളിക്കാൻ വന്നതാ. അങ്ങനെ മാറിക്കടാ. എടാ, ഇത് ഞാൻ നോക്കിക്കോളാം. വേഗം പുറകിക്കോടെ പോയി രക്ഷപ്പെടും. ആർക്കടപ്പെട്ടില്ല എന്റെ വീട്ടിൽ കയറേണ്ടത്? എടി ദുർഗേ, ഇതൊന്നും ശരിയല്ലാട്ടാ. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമുക്കും വലിയൊരു പങ്ക്. നാറി, നിന്റെ ചരിത്രം നിനക്കൂടെ പറയിപ്പിക്കരുത്. നിന്റെ ഇപ്പൊ വായി നോക്കി ഈ പഞ്ചായത്ത് വരെ കാണത്തില്ല. ഇങ്ങനെ ഞങ്ങളെ നോക്കി പേടിപ്പെടുത്തൊന്നും വേണ്ട. നീ പൊടാ തെണ്ടി. നിനക്കിത് കിട്ടാത്ത ചുരുക്കലടോ. ഇനി എങ്ങനെ പുറകെ നടന്നാല് നീ നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് മത്സരം വന്നോ? നീ ആരടി? എന്ത് കണ്ടു പറയല്ലേ? നാട്ടുകാർക്കെല്ലാവർക്കും അറിയാം. നീ പൊടാ തെണ്ടി. ഭാര്യല്ലേ പോകാൻ പോണണ്ട പോണണ്ട. നാണം കെട്ടവൻ. ഇത് തന്നെ രക്ഷപ്പെടാൻ പറ്റിയ സമയം. എൻജൂട്ടി കാണിക്കടാ. ഇങ്ങനെ മാറ്. ഇതെന്ന് പറഞ്ഞാല് ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നീ എന്താ ഇവിടെ? കുറച്ച് പലിശ കിട്ടുമെന്നറിയാൻ വന്നാണ് ചേട്ടാ. എത്ര വേണം? 5 തരും. തരാം. നിനക്ക് എന്റെ വീട്ടിൽ പലിശ വേണം? എനിക്ക് പലിശ വേണ്ട, പലിശ വേണ്ട. പിടിവിട്. ദാസന്റെ വാടാണ്, ദാസന്റെ. അടങ്ങദാസ, പ്രശ്നം ഉണ്ടാക്കല്ലേ? എന്താ ഇവിടെ പ്രശ്നം? പിടിച്ചു കെട്ടവനെ, അവനെ പിടിച്ചു കെട്ട്. എന്റെ വാർഡില് അവനെ പോലീസിനെ ഏൽപ്പിക്കണം. പോലീസിനെ ഞങ്ങളെപ്പോലുള്ള മാന്യന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന പട്ടി. എനിക്കറിയില്ല. ഇവന്മാരെടുത്തൊന്നും പറയണ. എനിക്കൊന്നും ചേട്ടാ, എന്റെ അവനിങ്ങനെയല്ല. തടിച്ചേട്ടാ, വിട് തടിച്ചേട്ടാ. അയ്യോ, നിനക്ക് നീ തന്നെ തോണ. നീ എന്താ പ്രിയ കല്യാണ വേഷത്തില്? ആരാണ് നിന്റെ അങ്ങള്? പൈസ 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 എടുക്ക്. ചേട്ടാ, തക്കാളി ഉണ്ടോ? നല്ല മത്തനാണല്ലോ. അയ്യോ, ഇവിടെ തക്കാളിയേ ഉള്ളൂ. അനാശാസോ? സോറി ബാല, എന്റെ കല്യാണം കഴിഞ്ഞു. അങ്ങളെന്താ കഴിച്ചേ? ചേട്ടാ, നായ്ക്കൊരെണ്ണം പരിപ്പുണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? ഇനി മേല നീ ഇവളുടെ പിന്നാലെ വന്നാ മുൻവശത്തൂടെ പോണ്ട, അടുക്കള വാതിൽ വഴി പോയാ മതി.